ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മളൊരു 10 മാസത്തിന് മുമ്പ് നമ്മളൊരു വെൽഡിങ് മെഷീൻ വാങ്ങിച്ചായിരുന്നു. അത് വെൽഡിങ്ങിൻ്റെ ഒരു ചെറിയൊരു അറിവ് പോലും ഇല്ലാത്തവർക്ക് പോലും അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്യാൻ പറ്റിയതും അതുപോലെ വെൽഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെൽഡ് ചെയ്യാൻ പറ്റിയതുമായ ഒരു വെൽഡിങ് മെഷീനാണ്. 10 മാസത്തിന് മുമ്പാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്ത് വെച്ച് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്യണ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. 10 മാസത്തിന് ശേഷം ആ ഒരു വെൽഡിങ് മെഷീൻ്റെ അവസ്ഥ എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ വെൽഡിങ് മെഷീനിൽ നമ്മൾ വാങ്ങിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു വെൽഡ് ചെയ്യാനായിട്ടുള്ളൊരു പെർഫെക്ഷന് വേണ്ടി നമുക്ക് ചെറിയൊരു അറിവല്ലേ, നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു മാഗ്നറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓട്ടോ ഡാർക്ക് ഒരു ഹെൽമെറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നാളത്തെ യൂസേജിന് ശേഷം ആ ഒരു സംഭവങ്ങളെയൊക്കെ അതിൻ്റെ കാര്യക്ഷമത അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉപകരിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ഒട്ടും സമയങ്ങളുടെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ കെഷിൽ ജോയ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്, അതായത് നമ്മൾ വെൽഡിങ് പഠിക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണത്. തുടക്കക്കാർക്ക് ഈ ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിലേ കറക്റ്റായിട്ട് ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഇതിൻ്റെ ലിങ്ക് ഉണ്ട്, അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു മാഗ്നറ്റ് എന്തായാലും അത്യാവശ്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ മട്ടം കറക്റ്റ് ചെയ്യണത്. അതായത് ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് മറ്റൊരു പീസായിട്ട് വെൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മട്ടം കറക്റ്റ് ചെയ്യണതും അത് തന്നെ അതിങ്ങനെ പിടിച്ചിരിക്കാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു മാഗ്നറ്റാണത്. വെൽഡ് ചെയ്ത് ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറിയൊരു കത്തലും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു 10 മാസം ഉപയോഗിച്ച ശേഷം ഈ ഒരു മാഗ്നറ്റിൻ്റെ അവസ്ഥ ഇതാണ്. ഈ ഒരു 2 മാഗ്നറ്റാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ കട്ട് ചെയ്യാൻ നേരത്തും വെൽഡ് ചെയ്യാൻ നേരത്തും ഇത് പിടിപ്പിച്ച് നിർത്താനായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു തുരുമ്പ് നമ്മൾ കട്ട് ചെയ്യുമേ, ഓൾറെഡി നമ്മൾ ഇരുമ്പാണല്ലോ കട്ട് ചെയ്യണത്, ഇങ്ങനെ തുരുമ്പ് ഇവിടെ കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കോർണർ കറക്റ്റായിട്ട് ഇടാനായിട്ട് നമ്മൾ ഓരോ വെൽഡിങ്ങും കഴിയുമ്പോഴും ജസ്റ്റ് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. ഇതിനകത്ത് കണ്ട ഈ ഒരു ഇരുമ്പിൻ്റെ പൊടികളൊക്കെ കൂടി ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് തുണി വെച്ച് വെറുതെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് കറക്റ്റായിട്ട് ഇട്ടും. എന്നിട്ട് നമുക്ക് മട്ടം കറക്റ്റായിട്ട് നമുക്കിത് കിട്ടി വെൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഇത്രയും നാളത്തെ ഉപയോഗത്തിന് ശേഷം ഇതും നമുക്കൊരു ഗുഡ് പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് നമ്മുടെ വെൽഡിങ്ങിൻ്റെ ഓട്ടോ ഡാർക്ക് ഹെൽമെറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇതാണ് നമ്മളുടെ 10 മാസത്തിന് ശേഷമുള്ള ഇൻകോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓട്ടോ ഡാർക്ക്നെസ് വെൽഡിങ് ഹെൽമെറ്റ്. ഇതിൽ നമുക്കിവിടെ ഒരു ഓൺ ഓഫ് ഉണ്ട്. അപ്പോൾ ടിക്ക് എന്നൊരു സൗണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ഡാർക്ക്നെസ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ സാധിക്കും. ഈ ഒരു നോബ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്കിങ്ങനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഓഫാണ്, ഇത് ഓണാണ്. അത് നമുക്ക് നമ്മൾ ഹെൽമെറ്റ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതൊരു നല്ലൊരു കറക്റ്റ് ഫിറ്റായിട്ടുള്ളൊരു ഹെൽമെറ്റാണ്. നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇതുവഴി ലൂസാക്കാനും ഇടിക്കാനും വേണ്ടി നല്ല പെർഫെക്റ്റായിട്ട് ഇതിനകത്തിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്. ഇതിൻ്റെ സ്വിച്ചിൻ്റെ കണക്ഷൻ അതിനകത്തേക്കാണ് പോണത്. ഞാൻ ഇത്രയും നാളായിട്ടും ഞാനിപ്പോൾ ചില സമയത്ത് നമുക്ക് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്തായിരിക്കുള്ളൂ ചിലപ്പോൾ ഒരു കോളൊക്കെ വന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ ഒരു സാധനം ഈ ഒരു ഓൺ പൊസിഷനിൽ തന്നെ ഇട്ടിട്ടായിരിക്കുള്ളൂ നമ്മൾ പോണത്. എന്നിരുന്നാലും നമ്മൾ ചിലപ്പോൾ ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കുള്ളൂ തിരിച്ചു വന്നിട്ട് നോക്കുമ്പോൾ ഈ ഒരു ഓൺ പൊസിഷനിൽ തന്നെ ആയിരിക്കുള്ളൂ ഇരിക്കുന്നത്. എന്നാലും ഇതിൻ്റെ ബാറ്ററി ഇത്രയും നാളായിട്ടും ഈ ബാറ്ററിക്ക് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു വെൽഡിങ് ഹെൽമെറ്റ് തന്നെയാണ് ഇത്. ലാസ്റ്റായിട്ട് നമ്മുടെ ഒരു വെൽഡിങ് സെറ്റാണിത്. വെൽഡിങ് സെറ്റ് 10 മാസത്തിന് ശേഷം ഇപ്പോഴും, അതായത് റഫ് യൂസ് ചെയ്തിട്ട് പോലും നല്ല ഗുഡ് കണ്ടീഷനിലാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു വെൽഡിങ് സെറ്റ് ഇരിക്കുന്നത്. ഇതിൻ്റെ നമ്മൾ ഈ ഒരു ഭാഗം തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ ഈ ഒരു വെൽഡിങ്ങിൻ്റെ ഫ്ലക്സ് ഇതിനകത്തിരിക്കുന്നത്. ഇത് നമ്മൾ 2 പ്രാവശ്യം ഇത് നമ്മൾ റീപ്ലേസ് ചെയ്ത് വർക്കിന് വേണ്ടി ഇത് തീർന്നിട്ട് ഓൺലൈനിൽ തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ തന്നെ ഇത് നമുക്ക് ഡെലിവറി ചെയ്യും. നമ്മൾ കടകളിലേക്കാണ് അന്വേഷിച്ചത് എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ആദ്യത്തെ ഒരെണ്ണം ബുക്ക് ചെയ്ത് 2 ദിവസം എടുത്ത് പിറ്റേ ഒരെണ്ണം ബുക്ക് ചെയ്ത് അന്നത്തെ ഡേയ്സ് തന്നെ നമുക്ക് ഡെലിവറി ചെയ്ത് കിട്ടി ഈ ഒരു ഫ്ലക്സ്.
അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഇടണതും കാര്യങ്ങളൊക്കെ ഉള്ള ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ താഴെയുള്ള ആ ലിങ്കിൽ ഒന്ന് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസൊക്കെ കിട്ടും. ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നത് മാഗാണ്, താഴത്തേക്ക് ഇടുന്നത് MMA. അതുപോലെ തന്നെ ഇത് നമ്മൾ ഇതിൻ്റെ ആംബിയർ കൂട്ടണം കുറക്കണതാണ്. ഇത് നമ്മളുടെ വയറിൻ്റെ ഫ്ലെക്സ് കോറിൻ്റെ സ്പീഡ് നിയന്ത്രിക്കുന്ന സംഭവങ്ങളാണ്. ഇതുപോലെ തന്നെ ഈ MMA സ്വിച്ച് ലൈറ്റ് എത്തും. താഴേക്ക് മാഗിലാണെങ്കിൽ മാഗ് ലൈറ്റ് എത്തും. ഇതിൻ്റെ ടെമ്പറേച്ചറാണ്, അതിൻ്റെ എന്തെങ്കിലും എററൊക്കെ ഉണ്ടെങ്കിൽ കത്തുന്ന ലൈറ്റാണ് അത്. പിന്നെ ഇതിൻ്റെ മോഡൽ നമ്പർ വന്നത് IBEL M200105 എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. നിങ്ങൾക്കിത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചിൻ്റെ ഒരു ഉപയോഗത്തിന് ശേഷം എനിക്ക് മനസ്സിലാക്കിയത്, ഈ സ്വിച്ച് നിങ്ങൾ വെൽഡിങ്ങിൻ്റെ ഉപയോഗം കഴിഞ്ഞാലും വെൽഡ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്തിൻ്റെ ഉള്ളിൽ ഒരു ഹെവി ഒരു ഫാൻ ഉണ്ട്, ടെമ്പറേച്ചർ മാനേജ്മെൻറ്റ് ഫാൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആ ഫാൻ അതിനകത്ത് റൺ ചെയ്തുകൊണ്ടിരിക്കും ഇതിൻ്റെ ഹീറ്റൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് നിങ്ങൾ പോകരുത്. ഈ സ്വിച്ച് ഓണിൽ തന്നെ ഇട്ടാൽ മതി. ഓണിൽ തന്നെ ഇട്ടതിന് ശേഷം അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ കുറഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ള ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. ഓഫായതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോകുക. അല്ലെങ്കിൽ നിങ്ങൾ മെയിൻ സ്വിച്ച് ഈ ഒരു പ്ലഗ് കണക്ട് ചെയ്തേക്കണത്, അതായത് ഈ ഒരു പ്ലഗ് കണക്ട് ചെയ്തേക്കണത് ഓഫ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്വിച്ച് ഓണിൽ തന്നെ കിടന്നോട്ടെ. എന്നിട്ട് ഇതിൻ്റെ ഉള്ള ഫാനിൻ്റെ വർക്കിങ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ സ്വിച്ച് ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഈ സ്വിച്ച് ഓഫ് ചെയ്യുക. അപ്പോൾ ആ ടെമ്പറേച്ചറൊക്കെ അത് ഞാൻ അങ്ങനെയാണ് അത് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള കമ്പോണൻസൊക്കെ കൂളായി ശേഷം മാത്രം അത് ഓഫാവും. ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇതിൻ്റെ കേബിളാണ്. ഇതിൽ നമുക്ക് പറ്റേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത്രയും നാളുടെ വെൽഡിങ്ങിന് ശേഷം ഹീറ്റ് വന്നിട്ട്, അതായത് നമ്മൾ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് ഒരു പ്രാവശ്യം ഹീറ്റ് വെൽഡ് ചെയ്ത സ്ഥലത്ത് ഒരു കൂടുതൽ ചൂട് വന്നപ്പോൾ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഈ ഒരു തൊലി പോലത്തെ ഇങ്ങനെ പോവുകയുണ്ടായിരുന്നു. അപ്പോൾ ഇത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. വാങ്ങിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് മാറ്റാനുള്ളൂ. അതിൻ്റെ 2 സ്ക്രൂ, അതായത് ഇതുമ്മ 2 സ്ക്രൂ ഉണ്ട്, അത് അയച്ചിട്ട് ഈ ഒരു കേബിൾ മാറ്റാം. പക്ഷേ ഇത് നമ്മളെ വർക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഉള്ളൊരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഈ ഒരു ഇതിങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് ഇതാണ് ആകെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു ഇതായിട്ട് തോന്നിയത്. അതായത് ഇത് നമ്മളുടെ പ്രോബ്ലം കൊണ്ടുണ്ടായാണ് ആക്സിഡൻ്റ് ആയിട്ട്. അതായത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് പെട്ടെന്ന് നമ്മളുടെ മെറ്റൽ കിടക്കണതിൻ്റെ ഇടയിൽ കൂടി ജാമായിട്ട്, അവിടെ ചൂടും ഉണ്ടായിരുന്നു ജാമും ഉണ്ടായിരുന്നു, എല്ലാം കൂടി ചേർന്ന് വലിച്ചപ്പോൾ ഇങ്ങനൊരു ഫോൾട്ട് ഇതുമ്മ സംഭവിച്ച്. ബാക്കി എല്ലാ കാര്യങ്ങളും ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ഗുഡ് വെൽഡിംഗ് മെഷീൻ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ ഒരു വെൽഡിംഗ് മെഷീൻ നല്ലൊരു പെർഫെക്റ്റ് വെൽഡിംഗ് മെഷീൻ തന്നെയാണ്. അതായത് തുടക്കക്കാർക്ക് ചെയ്ത് പഠിക്കാൻ പറ്റിയ സംഭവം, അല്ലാണ്ട് നമുക്ക് കണ്ണിൻ്റെ പ്രോബ്ലംസ്, സ്കിന്നിൻ്റെ പ്രോബ്ലംസാ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളോ ആരോഗ്യപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ചെയ്യാൻ നേരത്ത് വേണമെങ്കിൽ ഹെൽമെറ്റ് കറക്റ്റായിട്ട് ധരിക്കുക, അത് ഓണാക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഹെവി സ്പാർക്കിങ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല അതിനകത്ത് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത്രക്ക് ഡേഞ്ചർ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ കയ്യിൽ ഗ്ലൗസ് ധരിക്കുക, ഹെൽമെറ്റ് ധരിക്കുക, ഇത്രയും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ വേറൊരു കുഴപ്പമില്ലാണ്ട് സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ, അത് നമുക്ക് പണിക്കാരൊക്കെ ചില സമയത്ത് വിളിച്ചാലും കിട്ടൂല, അല്ലെങ്കിൽ അവരുടെ സമയത്തിനൊക്കെ വരുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഐഡിയയിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് എന്തായാലും ഉണ്ടായാലേ മാത്രമേ ഉള്ളൂ കാര്യമുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോക്ക് താഴെ ഇതിൻ്റെ ഇപ്പോഴത്തെ ലിങ്കും അതുപോലെ ഹെൽമെറ്റ്, മാഗ്നറ്റ് എല്ലാത്തിൻ്റെ ലിങ്കും ഇപ്പോഴത്തെ റേറ്റ് കിട്ടാറുണ്ട്. വാങ്ങിക്കണമെന്നുള്ളവർക്ക് ഇത് വാങ്ങിക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ്. ബൈ ബൈ.